ഏറ്റവും പുതിയ ഹരിയാന ഇലക്ഷൻ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹരിയാനയിലെ ഒരു പ്രാദേശിക ചാനൽ പുറത്തുവിട്ട സർവേയാണ് ഇത്. ജില്ല തിരിച്ചുള്ള കണക്കുകളാണ് പറയുന്നത്. ആദ്യം പറയുന്ന ജില്ല അംബാലയാണ്. അംബാലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. JJPക്കോ INLD BSP സഖ്യത്തിനോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഫത്തേഹാബാദാണ്. ഫത്തേഹാബാദിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റിൽ 3 സീറ്റും കോൺഗ്രസ് നേടാനാണ് സാധ്യത. BJPക്കോ JJPക്കോ മറ്റുള്ളവർക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല സിർസയാണ്. സിർസയിൽ 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ 4 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് JJPയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭിവാനിയാണ്. ഭിവാനിയിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സോണിപത്താണ്. സോണിപത്തിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റിൽ 1 സീറ്റ് BJPയും 5 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കൈതാലാണ്. കൈതാലിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJPയും 3 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പൽവാലാണ്. പൽവാലിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് BJPയും 2 സീറ്റും കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗുഡ്ഗാവാണ്. ഗുഡ്ഗാവിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJPയും 1 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് BSP INLD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഫരീദാബാദാണ്. ഫരീദാബാദിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റിൽ 3 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് BSP INLD സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഹിസാറാണ്. ഹിസാറിൽ 7 സീറ്റാണുള്ളത്. 7 സീറ്റിൽ 3 സീറ്റ് BJPയും 4 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മഹേന്ദ്രഗഡാണ്. മഹേന്ദ്രഗഡിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ചാർഗി ദാദ്രിയാണ്. ദാദ്രിയിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റിൽ 2ഉം കോൺഗ്രസ് നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പഞ്ചകുലയാണ്. പഞ്ചകുലയിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റിൽ 1 സീറ്റ് BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കുരുക്ഷേത്രയാണ്. കുരുക്ഷേത്രയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് INLD BSP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കർണാലാണ്. കർണാലിൽ 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ 3 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല യമുനാനഗറാണ്. യമുനാനഗറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJPയും 3 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജജ്ജാറാണ്. ജജ്ജാറിൽ 4 സീറ്റുകളാണുള്ളത്. 4ൽ 4ഉം കോൺഗ്രസ് നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പാനിപ്പത്താണ്. പാനിപ്പത്തിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJPയും 3 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജിണ്ടാണ്. ജിണ്ടിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റിൽ 1 സീറ്റ് BJPയും 3 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് INLD BSP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല രേവാരിയാണ്. രേവാരിയിൽ 3 സീറ്റുകളുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല റോഹ്തക്കാണ്. റോഹ്തക്കിൽ 4 സീറ്റുകളുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJPയും 3 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നൂഹാണ്. നൂഹയിൽ 3 സീറ്റുകളുള്ളത്. 3 സീറ്റിൽ 3ഉം കോൺഗ്രസ് നേടാനാണ് സാധ്യത. ആകെയുള്ള 90 സീറ്റിൽ BJP 27 സീറ്റും കോൺഗ്രസ് 58 സീറ്റും JJP 1 സീറ്റും INLD BSP സഖ്യം 4 സീറ്റും നേടാനാണ് സാധ്യത. ആകെയുള്ള 90 സീറ്റിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളത് 46 സീറ്റുകളാണ്.